അലി റളിയല്ലാഹു തന്നെ ഒരിക്കൽ ബഖീലേക്ക് വരാൻ. നമ്മുടെ മുൻഗാമികൾ അവരിങ്ങനെ ഖബർസ്ഥാനിലേക്ക് ചെല്ലും. എന്തിനാണെന്നറിയോ? ഈമാൻ പുതുക്കാനാണ്. ഖബർ നമ്മളോട് പറയുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ദുനിയാവിലിതാ നീ എത്ര വാരിക്കുട്ടിയാലും അതൊന്നും നിനക്കുണ്ടാകില്ല എന്ന് പണക്കാരന്റെ ഖബർ നമ്മളോട് പറയുന്നുണ്ട്. ദുനിയാവിൽ കളിച്ചു ചിരിച്ച് നടന്ന എത്രയോ യുവാക്കൾ, ആ യുവാക്കളുടെ ഖബറുകൾ പലതും നമ്മളോട് പറയുന്നുണ്ട്. അലി റളിയല്ലാഹു തന്നെ ബഖീലത്താണ്. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, മരണപ്പെട്ട് കിടക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അഖ്ബാറു മാ ഇൻദനാ മിൻകും, നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അലി അറിഞ്ഞിട്ടാണ് വന്നു നിൽക്കുന്നത്. അന്ന നിസാഅകും ഖദ് തസവ്വജ്ന, ഭർത്താക്കന്മാരെ, ഭാര്യമാരുടെ കല്യാണം കഴിഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഭാര്യയായിരുന്നു. ദീനിൽ പലതിനും നിങ്ങൾക്ക് തടസ്സം ഭാര്യയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴോ അവൾ കൂടെ വന്നോ? ഇല്ല. അവളുടെ ഇദ്ദയുടെ കാലം കഴിഞ്ഞു, മറ്റൊരുത്തൻ മഹർ കൊടുത്ത് അവളെ സ്വീകരിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞു, മറ്റൊരുത്തന്റെ കൂടെ അവൾ അന്തി ഉറങ്ങുന്നു. ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ ആലോചിക്കുന്നൊന്നുമില്ല നിങ്ങളെ, ഇപ്പൊ ഓർക്കുന്നൊന്നുമില്ല നിങ്ങളെ. അവരുടെ കാലം കഴിഞ്ഞു, മറ്റൊരുത്തന്റെ കൂടെയാണ്. അംബാലുക്കും ഖദ് ഖുസിമത്, പണക്കാരെ സമ്പത്ത് വീതിച്ചു. വലിയ നാട്ടിലെ പ്രമാണിയായിരുന്നു, നാട്ടിൽ അറിയപ്പെട്ട ധനാഢ്യനായിരുന്നു. ഒരുപാട് ആളുകൾ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന വലിയ ധനികനായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ സ്വത്തോ ഇപ്പൊ മക്കളുടെ കയ്യിലാണ്. മക്കളത് വീതിച്ചെടുത്തു കഴിഞ്ഞു, അതൊക്കെ അവരുടേതായി. പിന്നീട് മഹാനായ അലി റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. ഖബറാളികൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ലഖാലു, അവരൊന്നടങ്കം പറയുമായിരുന്നു, അലിയെ അന്ന ഖൈറ സാരി തഖ്വ, ദുനിയാവിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം തഖ്വയാണ് കേട്ടോ. ദുനിയാവിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞത് നിന്റെ സ്വർണമോ വെള്ളിയോ ദിർഹമോ ദീനാറോ അല്ല, തഖ്വയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, അലി മനസ്സിലാക്കിക്കോ, നിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്, ഇതുപോലെ ഖബറിൽ കഴിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, വളരെയേറെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അവനെ പേടിക്കുന്ന ഒരു ഹൃദയം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.